യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ചാണ്ടി, വേദിയിലിരിക്കുന്ന മോസ്റ്റ് റവറൻ ജോസഫ് മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത, അഭിമന്യനായ കുറിയാക്കോസ് മാർ സേവോറിയസ് വലിയ മെത്രാപ്പൊലീത്ത, അഭിമന്യ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത, പ്രിയങ്കരനായ ശ്രീ കെ എം മാണി MLA, ശ്രീ രാജു എബ്രഹാം MLA, ഞാനായ അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റ് വലിയ റവറൻ AT തോമസ് അറയ്ക്കൽ കോർപ്പിസ്കോപ്പ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കോർപ്പിസ്കോപ്പമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഞാനായ കോൺഗ്രസിൻ്റെ കേന്ദ്ര മേഖല ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനായ സമുദായത്തിൻ്റെ കുടിയേറ്റ വാർഷികം 1672 കുടിയേറ്റ വാർഷികം, അതിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. മലയോള റാണി എന്ന് അറിയപ്പെടുന്നതായ റാന്നിയിൽ ജ്ഞാനായ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതായി ഈ ദേശത്ത് ഈ വർഷത്തെ ഈ കുടിയേറ്റ വാർഷികം, ശ്രീയൻ ജ്ഞാനായ വാർഷിക സമാപന സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങളേറെ സന്തോഷത്തോടുകൂടെ ഇതിനെ 3 ദിവസമായിട്ട് വരവേൽക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ജ്ഞാനായ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഇടവക, അംഗബലം കൊണ്ട് ഏറ്റവും വലിയ ഇടവക 275ാമത് ജൂബിലി ആഘോഷിക്കുന്ന റാന്നി സെൻറ് തോമസ് ജ്ഞാനായ വലിയ പള്ളിയിൽ വച്ച് ഈ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ റാന്നിയിൽ താമസമായിരിക്കുന്ന, പ്രത്യേകിച്ചും റാന്നി മേഖലയുടെ ചുമതല വഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം റാന്നിക്കാരായ എല്ലാവരും ജ്ഞാനായ സമുദായ അംഗങ്ങളോടൊപ്പം ഏറെ സന്തോഷിക്കുകയാണ്. കഴിഞ്ഞ 1672 വർഷം ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് AD 345 മോർ ക്നായിത്തോമായുടെയും ഒറഹാമർ യോസഫ് മെത്രാപ്പൊലീത്തായുടെയും നേതൃത്വത്തിൽ 72 കുടുംബങ്ങൾ എഡേസായിലെ ഒറഹായിൽ നിന്നും ഈ നാട്ടിൽ കടന്നു വരുമ്പോൾ വലിയൊരു പങ്ക്, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പങ്ക് വഹിക്കുവാനായിട്ടുള്ളതായ വലിയ ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടായിരുന്നു. ഈ സമുദായത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നാട്ടിലെ ക്രൈസ്തവരായ മുഴുവൻ ആൾക്കാർക്കും വലിയ പങ്കുവഹിക്കുവാനായിട്ട്, അവരുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. AD 52 സെൻറ് തോമസ് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയായി. അതിനുശേഷം AD 345 വരെയും നാട്ടിലെ ക്രൈസ്തവർക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട്, സുറിയാനി സഭയുടെ ആരാധനയും പാരമ്പര്യങ്ങളെയും നിലനിർത്തുവാനായിട്ട് ആരും ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ നിർജീവമായ ഈ ക്രൈസ്തവ സഭയെ, സുറിയാനി സഭയെ, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന്, നിർജീവമായിരുന്നതിനെ സജീവമാക്കി കൊണ്ടുവരുന്നതിനാണ് അന്നത്തെ അന്ത്യോക്യ പാത്രിക്കീസ് ബാവ അവിടെ നിന്നും ഒറഹ മാർ യോസഫ് മെത്രാനോടൊപ്പം ക്നായിത്വമായി ഈ ദേശത്തേക്ക് അയക്കുന്നത്. അതുകൊണ്ട് ഇന്നും ഈ സുറിയാനി സഭയുടെ പാരമ്പര്യം ഈ മണ്ണിൽ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ജ്ഞാനായക്കാരുടെ വരവാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവർ, ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊച്ചു സമുദായമാണെങ്കിൽ പോലും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സുറിയാനി സഭയ്ക്ക് മുന്നോട്ട് വളക്കൂറുണ്ടാക്കുന്നതിന് ഈ സമുദായത്തിൻ്റെ നേതൃത്വം കാണിച്ചതായ ശുഷ്കാന്തിയും താല്പര്യവുമൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. അഭിമന്യനായ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തായൊക്കെ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് AD 345 നായിത്തോമായും ഒറഹാമർ യോസഫ് മെത്രാനും കടന്നു വന്നതിന് ശേഷം ഇവിടെ വലിയ വെല്ലുവിളികൾ ഇവിടുത്തെ അന്നത്തെ സുറിയാനി പാരമ്പര്യമുള്ളതായ സഭയ്ക്ക് നേരിടേണ്ടി വന്നു. നമുക്കറിയാം, പലവിധമായ പോർച്ചുഗീസ് ആധിപത്യവും ഒക്കെ ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് പല രംഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇതിനെ വെല്ലുവിളിക്കുമ്പോൾ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ, ജ്ഞാനായ വംശജനായ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ നേതൃത്വത്തിൽ അന്ന് കുരിശിൽ ആലാത്ത് കെട്ടി കൂനം കുരിശ് സത്യം നടത്തിയതാണ് ഇന്ന് സുറിയാനി പാരമ്പര്യമുള്ളതായ ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്ന്
നമുക്ക് ആർജവത്തോടുകൂടെ പറയുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്നത്തെ ജ്ഞാനായ യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമാ സഭയ്ക്ക് ഊടും പാവും നൽകുവാനായിട്ട്, അവരെ നിലനിർത്തുവാനായിട്ട് വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതായ ഒരു സമൂഹമാണ് ജ്ഞാനായ സമൂഹം. അതുകൊണ്ടാണ് അഭിനന്ദനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹം പറയും, അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഒരിക്കലും മറന്നുപോകുകയില്ല. അതുകൊണ്ട് സഭയുടെ പരമാധ്യക്ഷനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പറയുന്നുണ്ട്, അന്ത്യോക്യ സിംഹാസന അധിപതിയായ പാത്രിക്കീസ് ബാവായ്ക്ക് ഇഗ്നാത്യോസ് എന്ന പേരുണ്ട്. ഏത് പാത്രിക്കീസ് പദവിയിലേക്ക് കയറുമ്പോൾ ഇഗ്നാത്യോസ് എന്ന പേരിട്ടാണ് ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് മാർത്തോമാ സഭ ഇന്ന് വരെയും ഇഗ്നാത്യോസ് എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല. കാരണം അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും ആ കടപ്പാടുമാണെന്ന് തിരുമേനി പറയും. രണ്ടാമതൊരു കാര്യം കൂടെ തിരുമേനി പറയാറുണ്ട്, ഇന്നും ഞങ്ങൾ വിശുദ്ധ മൂറോൻ കൂദാശ നടത്താറില്ല. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് ലഭിച്ചതായ മൂറോനോടുകൂടെ, വിശുദ്ധ മൂറോനോടുകൂടെ കൂട്ടിച്ചേർക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും മൂറോൻ പ്രത്യേകമായിട്ട് കൂദാശ ചെയ്യുന്ന ഒരു പതിവ് മാർത്തോമാ സഭയ്ക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും ജ്ഞാനായ പാരമ്പര്യവും ഒക്കെ എത്രമാത്രം ഈ മലങ്കരയിൽ വേരൂന്നി നിന്നതായിട്ടും ഈ മണ്ണിൽ അതിനെ വളർത്തിയെടുക്കുന്നതിന് അങ്ങേയറ്റം പരിശ്രമിച്ചതായ അനേകം ആൾക്കാർ ഈ സഭയ്ക്കുണ്ടായിട്ടുണ്ട്. ശ്രീ എം ഫിലിപ്പും അതിനുശേഷം അഭിനന്ദനായ ക്ലീമീസ് തിരുമേനിയും ഒക്കെ ഈ സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് അഹോരാത്രം പണിയെടുത്തവരാണ്. ഒരിക്കൽ പോലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ ഈ സമുദായത്തിന് മാത്രമല്ല, മലങ്കര സുറിയാനി സഭയ്ക്ക് മുഴുവനായിട്ടും നേതൃത്വം കൊടുക്കുവാനായിട്ട് ഈ സമുദായത്തിന് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ പറയുവാനായിട്ട് കഴിയും. എന്നാൽ ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു സമൂഹത്തിന് വെല്ലുവിളിയല്ല. ഇന്ന് ക്രൈസ്തവരായ ഒരു സമൂഹത്തിന് വെല്ലുവിളിയല്ല, മറ്റ് ഹൈന്ദവ ഇസ്ലാം സമൂഹത്തിന് ഞങ്ങൾ വെല്ലുവിളിയല്ല. ഞങ്ങളൊരു കൊച്ചു സമൂഹമാണ്. ഞങ്ങളുടെ സ്വവംശവിവാഹ പാരമ്പര്യം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അന്ത്യോക്യയിൽ ലഭിച്ചതായ ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ പാരമ്പര്യങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, എന്നാൽ ഇവിടുത്തെ നാട്ട് ക്രിസ്ത്യാനികളോട് ഇഴുകിച്ചേർന്ന് അവരുമായിട്ട് ചേരാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നതായ കൊച്ചു സമൂഹമാണ് ജ്ഞാനായ സമൂഹം. അതുകൊണ്ടാണ് ഈ 3 ദിവസവും നടന്നതായ ഈ വേദികളിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളതായ ആധ്യാത്മിക നേതാക്കന്മാരും രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും ഈ വേദി പങ്കിടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങി, പ്രത്യേകിച്ചും എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ, നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഏറ്റവും നേതൃത്വം കൊടുത്ത വ്യക്തിത്വമായിരുന്നു കാലം ചെയ്ത പുണ്യശ്ലോകനായ എബ്രഹാം മാർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്ത. ഇവിടെ നിലയ്ക്കൽ കമ്മിറ്റി കൂടാതെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പരിപാടികൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിലേക്ക് ജ്ഞാനായ സമുദായത്തിലെ മെത്രാന്മാരും അതോടൊപ്പം തന്നെ മറ്റു ഭാരവാഹികളും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തി കളയാതെ, എന്നാൽ മറ്റു വിശ്വാസങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട്, മറ്റു സഭകളുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് അവരിലേക്ക് ഇഴുകിച്ചേർന്നു വന്നുകൊണ്ട് ഈ ക്രൈസ്തവ പാരമ്പര്യവും ക്രൈസ്തവ വിശ്വാസവും കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഞങ്ങൾക്കിതുവരെയും ഈ 2017 വർഷം വരെയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറക്കെ പറയുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യവും ഉദ്ദേശവും പ്രതിജ്ഞയും മാത്രമേ ഉള്ളൂ. ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് മറ്റ് സമൂഹങ്ങൾക്ക് മാതൃകയായി നിന്നുകൊണ്ട് പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ആർദ്രതയും കരുണയും കരുതലുമുള്ള ഒരു സമൂഹമായി വളരുവാൻ നമുക്ക് കഴിയണം. ഈ വർഷത്തെ 2017 പ്രതിജ്ഞ അതായിരിക്കണം. മറ്റുള്ളവരോട് ആർദ്രതയുള്ളവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരോടും ആർദ്രതയും കരുണയും കരുതലുമുള്ളതായ ഒരു സമൂഹമായി വളർന്ന് മറ്റുള്ളവർക്ക് വലിയ മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ട്, ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല മറ്റ് സമൂഹങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ വർഷത്തെ 2017 വർഷത്തെ ഈ സുറിയൻ കുടിയേറ്റ സമാപന വാർഷിക സമ്മേളനം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും, അതായിരിക്കണം നമ്മുടെ സന്ദേശവും പ്രതിജ്ഞയും ഒക്കെ. പ്രിയമുള്ളവരെ, ക്ലീമീസ് തിരുമേനിയുടെ ഇടവകയാണിത്. ഈ മണ്ണിൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നെന്നറിയാം. 52 വർഷക്കാലം ഈ സമുദായത്തെ നയിച്ച തിരുമേനി, ഈ സമുദായത്തിന് ആധ്യാത്മികമായ ചൈതന്യം, അതോടൊപ്പം തന്നെ ഈ സമുദായത്തെ ഒരു സമയത്ത് വളരെ പ്രതിസന്ധിയിലായിരുന്ന സമയത്തൊക്കെ
കേസുകൾ നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ തിരുമേനി തന്നെ ആ കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ സുപ്രീം കോടതിയിൽ പോയി അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ സ്വതന്ത്രമായ ഒരു സമുദായമാണെന്ന് നമ്മുടെ സമുദായത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചെടുക്കുവാനായിട്ട് അഭിമന്യനായ ക്ലിമീസ് തിരുമേനിക്ക് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ 4 മെത്രാന്മാർ ഇവിടെ ഇരിക്കുന്ന വൈദികരും ഈ സമുദായത്തെയും അതോടൊപ്പം തന്നെ ഓരോ പള്ളിയെയും നയിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ കാരണം. ഈ സമുദായത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവനായിരുന്നു തിരുമേനി. അതുകൊണ്ട് തിരുമേനിയെ ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് സാധ്യമല്ല. പ്രഥമ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ സേവ്യറിയോസ് തിരുമേനി ഈ സമുദായത്തിന് വേണ്ടി നല്ലതുപോലെ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയായിരുന്നു. രണ്ടാമത്തെ മെത്രാപ്പൊലീത്തയായിരുന്ന ഒറ്റത്തൈക്കൽ തോമാ മാർ ദിയോസ്കോറോസ് തിരുമേനിയാണ് ഈ സഭയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന 42-ാം നമ്പർ കൽപ്പന പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും കരസ്ഥമാക്കിയത്. പ്രിയമുള്ളവരെ, ഭൂമിയുടെ അതിർത്തി വരമ്പുകൾക്കപ്പുറമായിട്ട് എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും ജ്ഞാനായക്കാർക്ക് പള്ളി വെക്കുവാനായിട്ട് ഇന്ന് മറ്റൊരു രൂപതകൾക്കോ മറ്റൊരു ഭദ്രാസനങ്ങൾക്കോ ഇല്ലാത്തതായ വലിയ സ്വാതന്ത്ര്യമാണ് ജ്ഞാനായ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ അതിർവരമ്പുകളില്ലാതെ ജ്ഞാനായ സമുദായത്തിന് എല്ലായിടത്തും പള്ളി വെക്കുവാനായിട്ടുള്ളതായ കൽപ്പന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും 42-ാം നമ്പർ കൽപ്പന ജ്ഞാനായ സമുദായത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കൽപ്പന വാങ്ങിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷത്തോട് ഓർക്കുന്നു. അതാണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും ജ്ഞാനായ സമുദായവുമായിട്ടുള്ള ബന്ധം. കാലാകാലങ്ങളിൽ ഇരിക്കുന്നതായ പരിശുദ്ധ പാത്രിക്കീസ് ബാവാമാര് ഒരിക്കൽ പോലും ഈ കൽപ്പനയെ ലംഘിക്കുകയോ ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ളതായ ഭക്തിയും ആദരവും കൂറും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അതുകൊണ്ട് നല്ല ക്രിസ്ത്യാനികളായിട്ട് യേശു ക്രിസ്തുവിനെ അറിയുന്ന പാവപ്പെട്ടവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കരുണയും ആർദ്രതയും മനസ്സരവുമുള്ളതായ നല്ല ഒരു സമൂഹമായിട്ട്, ആധ്യാത്മിക ചിന്തയുള്ള സമൂഹമായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മദർ തെരേസയെ കാണുവാനായിട്ട് തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്ന ഫാത്തിമ ബീവിയും സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് KT തോമസും ഒരിക്കൽ കൽക്കട്ടയിൽ ചെന്നു. മദറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവർ രണ്ടുപേരും ചോദിച്ചു, മദർ എത്ര പേരെ ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? മദർ മറുപടി ഒന്നും പറഞ്ഞില്ല. അടുത്ത് കാണുന്നതായ ഒരു ഹൈന്ദവ ക്ഷേത്രവും ഒരു മുസ്ലിം മോസ്കും ഒരു ക്രിസ്ത്യൻ ദേവാലയവും നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഇത് മൂന്നും അടുത്തടുത്തിരിക്കുന്നു കൽക്കട്ട നഗരത്തിൽ. അവർ രണ്ടുപേരും ഈ 3 സ്ഥലങ്ങളും സന്ദർശിച്ചു. തിരികെ വന്നപ്പോൾ എന്ത് നിങ്ങൾ അവിടെ കണ്ടെന്ന് ചോദിച്ചു. ഹൈന്ദവ ക്ഷേത്രത്തിൽ ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കടന്നു വരും. നമ്മുടെ എരുമേലിയിൽ നമുക്കറിയാം, വാവരുടെ അമ്പലത്തിൽ വാസ്തവത്തിൽ മോസ്കിലേക്ക് പോകുന്ന ആൾക്കാർ, ശബരിമലയിൽ വരുന്നവരെല്ലാം എരുമേലിയിലെ മുസ്ലിം മോസ്ക് സന്ദർശിച്ചിട്ടാണ് അവിടുന്നാണ് വാസ്തവത്തിൽ വാവരുടെ അമ്പലത്തിൽ വന്നതിന് ശേഷം ശബരിമലയിലേക്ക് പോകുന്നത്. ആ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് 3 ദേവാലയങ്ങളിൽ പോയപ്പോൾ കാണുവാനായിട്ട് കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, മദർ തെരേസ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. ഞാൻ നല്ലവരല്ലാത്ത ക്രിസ്ത്യാനികളെ നല്ല ക്രിസ്ത്യാനികളാക്കി, നല്ലവരല്ലാത്തതായ ഹൈന്ദവരെ നല്ല ഹൈന്ദവരാക്കി, നല്ലവരല്ലാത്ത മുസ്ലിങ്ങളെ നല്ല മുസ്ലിങ്ങളാക്കി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവരോട് ആർദ്രത കാണിക്കുമ്പോൾ, നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാനായിട്ട് യേശുക്രിസ്തുവിനെ അറിയുന്ന, ലോകത്തിന് നല്ല സന്ദേശം കൊടുക്കുന്ന, സമൂഹത്തിന് സാക്ഷികളായിരിക്കുന്ന നല്ല ക്രിസ്ത്യാനികളായിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുവാനായിട്ടല്ല, നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാനായിട്ട് ഈ വർഷത്തെ ഈ കുടിയേറ്റ വാർഷികം, ശ്രീയൻ കുടിയേറ്റ വാർഷികം മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എനിക്ക് അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് 2-3 പേരെ കുറിച്ച് പറയുണ്ടായി. പറയാതെ പോകുന്നത് അക്ഷന്തികമായ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രീ തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിലെ MLA ആണ്. ഈ കഴിഞ്ഞ മെയ് 9-ാം തീയതി അദ്ദേഹം നീലമ്പേരൂർ പള്ളിയിൽ വന്നപ്പോൾ, നീലമ്പേരൂർ പള്ളിയിലാണ് വാസ്തവത്തിൽ ആദ്യത്തെ ബസ് സ്റ്റേഷനായിരുന്നത്. അവിടെയായിരുന്നു കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ബസ് വന്ന് നിന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ഞങ്ങളൊരാവശ്യം പറഞ്ഞു, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി ഞാനാണ് പറഞ്ഞത്. അദ്ദേഹം ഉടനടി അഭിനന്ദനായ തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ ജ്ഞാനായ സമുദായത്തിൻ്റെ ഇന്ന് ശ്രീ KM മാണിയും ശ്രീ തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ജന്മം കൊണ്ട് ജ്ഞാനേയക്കാരല്ലെങ്കിലും അവർ കർമ്മം കൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ജ്ഞാനേയക്കാരായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും കാണുന്ന ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ.
അത്രമാത്രം ഈ സമുദായത്തോട് അഭിനന്ദനായ ക്ലിമീസ് തിരുമേനിയുടെ കാലം മുതൽ ഈ സമുദായത്തോട് അത്രമാത്രം സ്നേഹവും പ്രതിബദ്ധതയുമുള്ളതായ രണ്ട് നേതാക്കന്മാർ. തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനായ തിരുമേനി സുഗാർ ധ്യാന കേന്ദ്രത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അതെല്ലാം സാധിച്ചതിന് അദ്ദേഹത്തിന് നാളെ ചോദ്യോത്തരം ഉണ്ട് വാസ്തവത്തിൽ നിയമസഭയിൽ. ഇപ്പോൾ ഈ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്ര ഇനി അവിടെ ചെന്നിട്ട് വേണം അതിനൊക്കെ ഉത്തരം തയ്യാറാക്കുവാനായിട്ട്. അങ്ങനെ നമ്മുടെ MLA ആയിട്ട് നമ്മുടെ ഒരു സ്വന്തം ജനത്തെ പോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓടിയെത്തുന്നതായ ശ്രീ തോമസ് ചാണ്ടിയം മന്ത്രി, അദ്ദേഹത്തെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്മരിക്കട്ടെ. അതുപോലെ തന്നെയാണ് ശ്രീ KM മാണി, മുൻമന്ത്രി ശ്രീ KM മാണി. 50 വർഷം ഒരു നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരേ ഒരു പാലാ നിയോജക മണ്ഡലത്തെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. രാജുവിനെ സംബന്ധിച്ചിടത്തോളം 6 വർഷമായി. പക്ഷെ 50 വർഷക്കാലം ഒരു നിയോജക മണ്ഡലത്തെ സമ്പൂർണ്ണമായിട്ട് പ്രതികരിക്കുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചവൻ. റീബു പറഞ്ഞു വാർദ്ധക്യമൊക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ചിരി കണ്ടാൽ ഇപ്പോഴും 17 വയസ്സിൻ്റെ യൗവനമാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, അത്രമാത്രം നമ്മുടെ സമുദായത്തെ സ്നേഹിച്ച് ക്ലിമീസ് തിരുമേനിയുടെ ഏറ്റവും വാത്സല്യപുത്രനായിട്ട് വെല്ലിച്ചായൻ്റെ അരുമ ശിഷ്യനായിട്ട് അങ്ങേയറ്റം പ്രവർത്തിച്ചതായ വ്യക്തിത്വമാണ് ശ്രീ KM മാണി. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരോടൊക്കെ നമുക്ക് വേറെ ഏറെ സ്നേഹവും കരുതലുമാണ്. ശ്രീ രാജു എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനായ ക്രിസോസ്റ്റം തിരുമേനി ഒരു പ്രാവശ്യം ചോദിച്ചു, ഈ രാജു എബ്രഹാം കഴിഞ്ഞ ക്നാനായ കോൺഗ്രസിനാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നു, തിരുവമണ്ടൂർ വെച്ച് ചോദിച്ചു, ഈ രാജു എബ്രഹാം മാർത്തോമക്കാരനാണോ ക്നാനായക്കാരനാണോ? അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. കാരണം ക്നാനായ സമൂഹത്തെക്കാൾ എത്രയോ കൂടുതൽ ആൾക്കാർ ഇവിടെ മാർത്തോമക്കാരായിട്ടും മറ്റ് ആൾക്കാരുമായിട്ടൊക്കെ ഉണ്ട്. അവരുടെ മധ്യത്തിലാണ് വാസ്തവത്തിൽ ശ്രീ രാജു എബ്രഹാം 6ാം തവണ ഈ പ്രാവശ്യം MLA ആയത്. അദ്ദേഹത്തിൻ്റെ വിനയം ഈ സമൂഹത്തോട് മാത്രമല്ല, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മുടെ ആറന്മുളയിലെ വിമാനത്താവളം നഷ്ടപ്പെട്ടത് നമ്മുടെ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. റാന്നിക്ക് സ്വന്തമായിട്ട് വിമാനത്താവളം വരാനായിട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ. അത് രാജു എബ്രഹാം MLA സാധിച്ചെടുക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം രാജുവിന് ഉള്ളതായ വലിയ പ്രതിബദ്ധത ഈ നാടിനോട്, ഞാനായ സമൂഹത്തോട് മാത്രമല്ല, ഈ നാടിനോടുള്ളതായ പ്രതിബദ്ധത അതൊരിക്കലും ഞങ്ങൾ മറന്നു പോവുകയില്ല. ഈ 3 പേരും ഈ സമുദായത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് അതിനെ കളുപരിയാണ്. ജോസഫ് മാർ മെത്രാപ്പൊലീത്ത ആ സഭയുടെ മാത്രമല്ല, ഈ ജ്ഞാനായ സമൂഹത്തിന് മാത്രം എല്ലാവർക്കും നേതൃത്വം കൊടുക്കുന്ന തിരുമേനിയോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് നേർന്നുകൊണ്ട് ജ്ഞാനായ സമുദായത്തിൻ്റെ ഈ കുടിയേറ്റ വാർഷികം നടക്കുമ്പോൾ ദൈവം എല്ലാ നന്മകളും തരുവാൻ തക്കവണ്ണം. നമ്മൾ കൊച്ചു സമൂഹമാണ്. സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ഈ സമുദായം നഷ്ടപ്പെട്ടു പോവുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ 1672 വർഷം ഈ സമുദായം നിലനിൽക്കുകയില്ലായിരുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത് എവിടെ നടന്നാലും ഇത് നമ്മുടെ കുടുംബ സംഗമമാണ്, ഇത് നമ്മുടെ കുടുംബമേളയാണ്. അഭിനന്ദനായ ക്ലിമീസ് തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ അനേകം വിവാഹങ്ങൾ ഈ ഇവിടെ വെച്ച് നടക്കുവാനായിട്ടുള്ള പ്രപ്പോസൽ നടക്കുന്ന വേദിയാണ്. അതിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ ശ്രീയൻ കുടിയേറ്റ വാർഷികത്തിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.